നമസ്കാരം. 2023 പിണറായി വിജയനും സംഘവും നടത്തിയ കുപ്രസിദ്ധമായ നവകേരള സർക്കിട്ട് നമ്മൾ ആരും മറന്നിരിക്കാനിടയില്ല. നവകേരള സർക്കിട്ട് എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ആലപ്പുഴയിൽ താലൂക്ക് ആശുപത്രിയുടെ മുന്നിൽ വെച്ച് രണ്ട് മനുഷ്യമൃഗങ്ങൾ ക്രൂരമായി ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ്. ഞങ്ങളെ ആക്രമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ തടയാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും ക്രൗര്യത്തോടുകൂടി അവരുടെ തലയ്ക്കുമേലെ ഒരു വടി ആഞ്ഞു വീശുന്ന രണ്ട് കാട്ടാളന്മാരെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. പിണറായി വിജയൻ്റെ ഗൺമാനും അംഗരക്ഷകനുമായിരുന്നു അനിൽകുമാർ എന്നും സന്ദീപ് എന്നും പേരുള്ള ഈ രണ്ട് കാട്ടാളന്മാർ. അവരെ അങ്ങനെ വിശേഷിപ്പിക്കാനാണ് എനിക്കിഷ്ടം. കാരണം ഒരു മനുഷ്യനും ഒരു കാരണവുമില്ലാതെ, ഒരു മുൻ പരിചയവുമില്ലാത്ത ഒരു മനുഷ്യൻ്റെ തലയ്ക്കുമേൽ ഇത്തരത്തിൽ അടിച്ചു പരിക്കേൽപ്പിക്കാനോ കൊല്ലാൻ ശ്രമിക്കാനോ കഴിയില്ല. അത് കഴിയുന്നത് കാട്ടാളന്മാർക്ക് മാത്രമായിരിക്കും. മൃഗങ്ങൾക്ക് പോലും തങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്നവരെ ഇത്തരത്തിൽ അവർ ഭക്ഷണത്തിനല്ലാതെ ആക്രമിക്കില്ല. അല്ലെങ്കിൽ അവരുടെ ജീവന് ആപത്തുണ്ടാകണം. അങ്ങനെയെങ്കിലാണെങ്കിൽ മാത്രമേ അവരൊക്കെ, മൃഗങ്ങൾ പോലും തൻ്റെ സഹജീവികളെ ആക്രമിക്കൂ. എന്നാൽ മനുഷ്യകുലത്തിന് പോലും അപമാനമാണ് ഈ രണ്ട് വളർത്തുമൃഗങ്ങൾ, അനിൽകുമാറും ഈ സന്ദീപും. എന്തായാലും കാര്യങ്ങളൊക്കെ കീഴ്മേൽ മറിഞ്ഞു. പിണറായി വിജയന് അധികാരം നഷ്ടപ്പെട്ടു. പിണറായി വിജയൻ ലോകാവസാനം വരെ ഇവിടെ കേരളം ഭരിക്കുമെന്നും തങ്ങൾക്ക് ആരെയും തല്ലാം, ആരെയും കൊല്ലാം, കൊന്നു കുഴിച്ചു മൂടാം, എങ്ങനെ വേണമെങ്കിലും ആർമാദിച്ചു നടക്കാം എന്നുള്ള ഒരു മിഥ്യാധാരണയായിരുന്നു ഈ കാട്ടാളന്മാർക്കുണ്ടായിരുന്നത്. പക്ഷേ ആ ധാരണകളെല്ലാം തെറ്റിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇവർക്ക് മറുപടി കൊടുത്തു. പിണറായി വിജയൻ അധികാരം നഷ്ടപ്പെട്ട പാർട്ടിയിൽ പോലും ഒരു കീറക്കടലാസിൻ്റെ വിലയുള്ള ആളായി മാറി. വി.ഡി. സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നു. അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ കാട്ടാളന്മാർക്കെതിരെ നടപടിയെടുക്കും, ഈ കേസിൽ പുനരന്വേഷണം ഉണ്ടാകും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അധികാരമേറ്റെടുത്ത് മണിക്കൂറുകൾക്കുള്ളിൽ പുനരന്വേഷണം പ്രഖ്യാപിച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചു. ആ പ്രത്യേക അന്വേഷണ സംഘത്തിനൊരു തലവനെയും പ്രഖ്യാപിച്ചു. 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നും ഉത്തരവിട്ടിട്ടുണ്ട്. പക്ഷേ ഒരാഴ്ച തികയുന്നതിന് മുൻപ് തന്നെ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകി. മുമ്പ് പിണറായി വിജയൻ്റെ പോലീസും ക്രൈംബ്രാഞ്ചുമൊക്കെ ഈ നരാധമന്മാർക്ക് നൽകിയിരുന്നത് ക്ലീൻ ചിറ്റാണ്. ആദ്യം പ്രത്യേക അന്വേഷണ സംഘവും അതുതന്നെയാണ് നൽകിയത്. പക്ഷേ പിന്നീട് നടന്ന മൊഴിയെടുപ്പിൽ അന്ന് ഈ കേസ് അന്വേഷിച്ച DYSP അദ്ദേഹം ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ADGP MR അജിത് കുമാറിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി 2 SIമാർ മുൾമുനയിൽ നിർത്തി വറുത്തുകോരിയാണ് ഞങ്ങളെ കൊണ്ട് ഇത്തരത്തിലൊരു റിപ്പോർട്ട് എഴുതിപ്പിച്ചത് എന്ന് അദ്ദേഹം SITക്ക് മൊഴി കൊടുത്തതോടെ കാര്യങ്ങളൊക്കെ മാറിമറിഞ്ഞു. വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളാണ് ഈ അനിൽകുമാറിനെതിരെയും സന്ദീപിനെതിരെയും മറ്റു 3 പേർക്കെതിരെയും ചുമത്തിയത്. എന്തായാലും റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചതോടെ ഇവരൊക്കെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയിലെത്തി. അപ്പോൾ വധശ്രമം ചുമത്തിയിരുന്നില്ല. പക്ഷേ പിന്നീട് വധശ്രമം ചുമത്തിയതോടെ ഈ കേസ്, ഈ ജാമ്യാപേക്ഷ പിൻവലിച്ചു. കാരണം മജിസ്ട്രേറ്റ് കോടതിക്ക് ഈ കേസിൽ, വധശ്രമ കേസിൽ ജാമ്യം നൽകാനുള്ള ഒരു അധികാരമില്ലാത്തത് കൊണ്ട് തന്നെ അവർ ഈ ജാമ്യാപേക്ഷ പിൻവലിച്ചു. ഇപ്പോൾ ഈ അനിൽകുമാറും മറ്റ് 4 പേരും ഒളിവിൽ പോയിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ധീരന്മാരായിരുന്നു, ആരെയും എന്തും ചെയ്യാം, ആരെയും എന്തും പറയാം. പിണറായി വിജയൻ്റെ വാലാട്ടികളെപ്പോലെ അയാളുടെ പിന്നിൽ നടന്ന ആൾക്കാരാണ് ഈ പറയുന്ന 2 പേരും. അവരൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ നടത്തിയ വെല്ലുവിളികൾ, ആ അനിൽകുമാറിൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ട് നിങ്ങളൊന്ന് പരിശോധിക്കണം. അനിൽ കല്ലിയോർ, ടാർസൻ അനിൽ എന്നാണ് അയാളുടെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ അറിയപ്പെടുന്നത്. ടാർസൻ അനിൽ. ഈ അനിലിൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ട് ഒന്ന് പരിശോധിക്കണം. ഒരു 3ാം കിട അന്തം കമ്മി പോലും ഇത്തരത്തിൽ തൻ്റെ സമൂഹ മാധ്യമം കൊണ്ട് നടക്കില്ല. കാരണം എന്ത് തന്തയില്ലായ്മത്തരം ചെയ്താലും പിണറായി വിജയൻ എന്ന നെറികെട്ടവൻ സംരക്ഷിക്കുമെന്നുള്ള ഒരു മിഥ്യാധാരണ ഇവന്മാർക്കുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ്, അതിൻ്റെ ഒരു അഹങ്കാരത്തിലാണ് ഇത്തരത്തിൽ ഈ ചെറുപ്പക്കാരെ തല്ലിച്ചതയ്ക്കാൻ ശ്രമിച്ചത്. എന്തായാലും ഈ ധീരന്മാർ ഒളിവിൽ പോയിരിക്കുകയാണ്. ജാമ്യം കിട്ടാൻ യാതൊരു വകുപ്പുമില്ല. ഇതിന് ദൃക്സാക്ഷികളുണ്ട്, ഇതിന് ദൃശ്യങ്ങളുണ്ട്. കൃത്യമായി യാതൊരു പ്രകോപനവുമില്ലാതെ എല്ലാ പ്രോട്ടോക്കോളുകളും ലംഘിച്ചുകൊണ്ടാണ് വാഹനം നിർത്തി ചാടിയിറങ്ങി ഈ ചെറുപ്പക്കാരെ അതിക്രൂരമായി മർദ്ദിച്ചത് എന്നുള്ളതിൻ്റെ ദൃശ്യങ്ങൾ പകൽ പോലെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കിനി രക്ഷയില്ല. എന്തായാലും റിമാൻഡിൽ പോകേണ്ടി വരും. CPMനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പല VIP-കളും, പാർട്ടിയുടെ പല VIP-കളും പ്രവർത്തകരുമൊക്കെ ജയിലിലേക്കുള്ള ഘോഷയാത്ര നടത്താൻ ഒരുങ്ങുകയാണ്. അതിൻ്റെ ആദ്യപടിയായി 26 പേർ പിണറായി വിജയൻ്റെ വാടക വീട് റെയ്ഡ് ചെയ്യാനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് പോയിട്ടുണ്ട്. ഇനിയും ചിലരൊക്കെ പോകാനുണ്ട്. അക്കൂട്ടത്തിൽ പിണറായി വിജയൻ്റെ ഗൺമാനും അംഗരക്ഷകരും ഉൾപ്പെടെയുള്ളവരും ഒക്കെ ഉണ്ടാകും. എന്തായാലും ഇതൊക്കെ മറ്റുള്ളവർക്കും ഒരു പാഠമാകണം. ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കുകയും കിടക്കാൻ പറയുമ്പോൾ കിടന്നുരുളുകയും ചെയ്യുന്നവരാകരുത് പോലീസുകാർ. അത് എല്ലാവരെയുമല്ല. SP ഷിബുവിനെ പോലെ, മെഡിക്കൽ കോളേജ് CI ആയിരുന്ന ഹരിലാലിനെ പോലെയുള്ള കുറേ ആൾക്കാരുണ്ട്. അതായത് പോലീസിന് കളങ്കമായവർ, കളങ്കമെന്ന് പറഞ്ഞാൽ കളങ്കമായവർ.
ഇവരെയൊക്കെ ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പോലീസിനോടുള്ള ഒരു ബഹുമാനം പോയിരുന്ന ഒരവസ്ഥയാണ്. എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, കള്ളക്കേസിൽ കുടുക്കിക്കോട്ടെ, ചവിട്ടിക്കൊന്നോട്ടെ എന്നുള്ള ഒരു മനോഭാവത്തോടെയാണ് ഈ കഴിഞ്ഞ മെയ് 4-ാം തീയതി വരെ ജീവിച്ചത്. കാരണം ഇവൻ്റെ ഒന്നും മുമ്പിൽ കുനിഞ്ഞു നിൽക്കാൻ വയ്യ. നല്ല ഉദ്യോഗസ്ഥരുണ്ട്, എത്രയോ നല്ല ഉദ്യോഗസ്ഥരുണ്ട്. അവരൊക്കെ ഉണ്ടായിരുന്നതിൻ്റെ ഫലമായാണ് ഇന്നും ഞാൻ ഉൾപ്പെടെയുള്ളവരൊക്കെ ജീവിച്ചിരിക്കുന്നത്. ഈ അനിൽകുമാറോ സന്ദീപോ ആയിരുന്നു അന്ന് ഞങ്ങളുടെയൊക്കെ കേസ് അന്വേഷിച്ചിരുന്നതെങ്കിൽ, ഞങ്ങളെ അറസ്റ്റ് ചെയ്തിരുന്നതെങ്കിൽ ഞങ്ങൾ ഒരിക്കലും 6 മാസം പോലും ജീവിച്ചിരിക്കുമായിരുന്നില്ല. അത്തരത്തിൽ ഇവരൊക്കെ ഞങ്ങളോട് പെരുമാറിയേനെ. കാരണം പിണറായി വിജയന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് SP ഷിബുവും ഹരിലാലും ഒക്കെ. ഈ SP ഷിബുവൊക്കെ മാനസികമായി പീഡിപ്പിച്ചത് DNA-യുടെ ഓഫീസ് റെയ്ഡ് നടത്തിയപ്പോൾ അയാൾ പറഞ്ഞ ഓരോ വാചകങ്ങളും, അയാളുടെ ഓരോ ചലനങ്ങളും പ്രവൃത്തികളും ഇന്നും മനസ്സിലുണ്ട്. അതിൻ്റെ എല്ലാം ദൃശ്യങ്ങൾ ഞങ്ങൾ അന്ന് CCTV-യിൽ നിന്ന് ശേഖരിച്ച് വെച്ചിട്ടുമുണ്ട്. ഈ SP ഷിബുവിൻ്റെ അന്ന് വന്ന മറ്റുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരോടും എനിക്ക് നന്ദിയുണ്ട്. കാരണം അവരാരും സഭ്യതയുടെ അതിർവരമ്പ് വിട്ട ഒരക്ഷരം മിണ്ടിയില്ല. അവരൊക്കെ നിസ്സഹായരായിരുന്നു. പക്ഷേ ഏതോ പാർട്ടി നേതാവിൻ്റെ വാക്കുകൾ ഓരോ നിമിഷവും കേട്ടുകൊണ്ടാണ് ഫോണിലൂടെ വിളിച്ചു ചോദിച്ച അയാളുടെ നിർദ്ദേശമനുസരിച്ചാണ് ഈ SP ഷിബു എന്ന് പറയുന്നവൻ ഇതെല്ലാം ഞങ്ങളുടെ ഓഫീസ് റെയ്ഡ് ചെയ്തത്. 4.5 ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് അന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോയത്. ആ സാധനങ്ങൾ ഇതുവരെയും, വർഷം 2 പോകുന്നു, ഇതുവരെയും തിരിച്ചു കിട്ടിയിട്ടില്ല. എങ്ങനെയും ജീവിതോപാധി മുട്ടിക്കുക. ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ അഴിമതികളെ തുറന്നു കാണിച്ചു എന്നുള്ളതിൽ കവിഞ്ഞ് ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? അപ്പോൾ ഈ SP ഷിബുവിനെ പോലെയുള്ള, ഈ ഹരിലാലിനെ പോലെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ സത്യം പറഞ്ഞാൽ അവർക്ക് പറ്റിയ പണി AKG സെന്ററിലെ നിലം തുടപ്പാണ്. അതൊക്കെ അവർ ഭംഗിയായി ചെയ്തുകൊള്ളും. കാരണം പിണറായി വിജയനും പാർട്ടിക്കും വേണ്ടിയാകുമ്പോൾ അതൊക്കെ എന്തും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ അടിമകൾക്ക് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യാനുള്ള ഒരു ഡ്യൂട്ടി കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ സർക്കാരിന് ഇവന്മാർ ഇനിയും കളങ്കമുണ്ടാക്കും. എന്തായാലും ഈ അനിൽകുമാറിൻ്റെയും സന്ദീപിൻ്റെയും മറ്റ് 3 പേരുടെയും ഒക്കെ അവസ്ഥ മറ്റുള്ളവരും കണ്ടിരുന്നാലൊന്നും നന്നായിരിക്കും. കാരണം ഭരണം മാറും. അതുപോലെ ഇവിടെ കോടതികളുണ്ട്. ജനങ്ങൾക്കിപ്പോൾ ആത്മവിശ്വാസം കൈവന്നിരിക്കുന്നു. ഏതോ ഒരു അപരിഷ്കൃത രാജ്യത്ത് ജീവിച്ച ഒരു ഏകാധിപതിയുടെ കീഴിൽ ജീവിച്ചതിൻ്റെ പ്രതീതിയായിരുന്നു കഴിഞ്ഞ മെയ് 4 വരെ. ഇപ്പോൾ ജനങ്ങൾക്കൊരു ആശ്വാസമുണ്ട്. ഒരു സർക്കാർ വന്നിരിക്കുന്നു. ആ സർക്കാർ പറഞ്ഞതിൽ നിന്ന് വ്യതിചലിക്കാതെ അധികാരത്തിൽ വന്ന ദിവസങ്ങൾക്കകം തന്നെ ഓരോ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രവൃത്തികൾ നടത്തുന്നു. ഇതൊക്കെ ജനങ്ങൾക്ക് ആവേശമുണ്ടാക്കുന്നതാണ്, പ്രതീക്ഷയുണ്ടാക്കുന്നതാണ്. ഇപ്പോൾ മനസ്സിലായല്ലോ, രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ കാണിക്കുമ്പോൾ അവർക്ക് അവസരം വരുമ്പോൾ അവരുടെ മുട്ടിലെ പൊടിയും തട്ടിപ്പോകും. ഇനി അനുഭവിക്കേണ്ടത് ഈ അനിൽകുമാറും സന്ദീപും ഉൾപ്പെടെയുള്ളവരാണ്. എന്തായാലും റിമാൻഡ് ഉറപ്പാണ്. ജയിലിൽ കിടക്കേണ്ടി വരും. ഇനി അവരുടെ ജോലി പോകുമോ എന്നുള്ള കാര്യം പോലും നമുക്ക് കണ്ടറിയേണ്ടി വരും. യൂത്ത് കോൺഗ്രസ്സുകാരുടെ പ്രത്യേക സമ്മാനമുണ്ട് എന്നൊക്കെ അവർ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ മുമ്പ് പറഞ്ഞിരുന്നതാണ്. ഇനി അതുകൂടി കിട്ടുമോ എന്നുകൂടി കണ്ടറിയണം. എന്തായാലും ഇത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ഈ നരാധമന്മാർ ജയിലിലേക്ക് പോകുന്ന ദിവസം കേരളത്തിലെ ജനങ്ങൾക്ക് മറ്റൊരാഘോഷമായിരിക്കും.